പ്രകാശവും കൃഷ്ണമണിയും. വസ്തുവിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ലെൻസിൽ പതിക്കുന്നത് കൃഷ്ണമണിയിലൂടെയാണ്. തീവ്രപ്രകാശത്തിൽ കൃഷ്ണമണി ചുരുങ്ങുകയും മങ്ങിയ പ്രകാശത്തിൽ വികസിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നത് റേഡിയൽ പേശികളും വലയപേശികളുമാണ്. തീവ്രപ്രകാശത്തിൽ വലയപേശികൾ സങ്കോചിക്കുകയും കൃഷ്ണമണി ചുരുങ്ങുകയും ചെയ്യുന്നു. എന്നാൽ മങ്ങിയ വെളിച്ചത്തിൽ റേഡിയൽ പേശികളാണ് സങ്കോചിക്കുന്നത്. ഇതിന്റെ ഫലമായി കൃഷ്ണമണി വികസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തിന്റെ കണ്ണിലേക്ക് തീവ്രത കുറഞ്ഞ പ്രകാശമടിച്ച് കൃഷ്ണമണിയുടെ പ്രവർത്തനം നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. കണ്ണിലെ കോൺവെക്സ് ലെൻസ് ഇലാസ്റ്റികതയുള്ള പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലെൻസിനെ സീലിയറി പേശികളുമായി സ്നായുക്കൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. സീലിയറി പേശികളുടെ സങ്കോച വികാസം മൂലം ലെൻസിന്റെ വക്രതയിൽ വ്യത്യാസം വരുത്തി അടുത്തും അകലെയുമുള്ള വസ്തുക്കളെ കാണാൻ നമുക്ക് കഴിയുന്നു.